ആ അത്രയ്ക്ക് മോശമാണെന്ന് പറയുന്ന ആ ആളിൽ നിന്നുണ്ടായ ഒരു ദൈവവിളിയാണ് സിസ്റ്റർ. അത് പറഞ്ഞപ്പോൾ ശരിക്ക് സിസ്റ്റർ ഇങ്ങനെ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് കണ്ണ് തള്ളി എന്ന് പറയണത് ഒരു മോശമായിട്ടാണ്. പക്ഷേ ഇത് ശരിക്കും അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ സിസ്റ്ററിൻ്റെ കണ്ണിങ്ങനെ മിഴിച്ചുപോയി. അതായത് ഒരു വലിയ തിരിച്ചറിവുണ്ടായി. അത്രയ്ക്ക് മോശമായ ആ വ്യക്തിയിൽ നിന്നാണ് ഇത്രയ്ക്ക് നല്ല ഒരു ദൈവവിളി ഉണ്ടാകുകയും ആ സിസ്റ്റർ ലോകത്തിനും സമൂഹത്തിനും സഭയ്ക്കും വലിയൊരു അനുഗ്രഹമായിട്ട് മാറിയിരിക്കുന്നു. വേദക്കാരൻ ഒരു പറഞ്ഞൊരു ഉപമ, ദൈവരാജ്യത്തിൻ്റെ ഒരു ഉപമ പറഞ്ഞു. ഒരാൾ വന്ന് നല്ല വിത്ത് വിതച്ചു. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോൾ എന്താ, അതിൻ്റെ ഇടയിലെല്ലാം കളകൾ വിതച്ചേക്കണം. ഉടനെ വേലക്കാരി യജമാനോട് പറഞ്ഞു, യജമാൻ ഇതാരാ ഈ കളകൾ വിതച്ചത്? നമ്മൾ നല്ല വിത്തല്ലേ വിതച്ചത്? യജമാനൻ പറഞ്ഞു, അതെ, നിങ്ങൾ കിടന്നുറങ്ങിയപ്പോൾ കള്ളൻ വന്ന് വിതച്ചതാണ് കളകൾ. ഇവർ പറഞ്ഞു, ഞങ്ങളെന്നാൽ അത് വേഗം പറിച്ച് കളയട്ടെ. വേണ്ട, ഇപ്പം പറിക്കണ്ട, അത് വളർന്നോട്ടെ, കളകളും വളർന്നോട്ടെ. ആ കളകൾക്ക് ഈ നല്ല വിത്തിനെ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. നല്ല വിത്തുകൾ എൻ്റെ ശക്തിയിലാണ് പോകുന്നത്. നിങ്ങളിപ്പോൾ ആ കളകൾ പറിക്കാൻ വേണ്ടി കണ്ടത്തിൽ ഇറങ്ങിയാൽ ചിലപ്പോൾ ഈ നല്ല വിത്തുകൾക്ക് കേട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് വളർന്നോട്ടെ. ഇതെല്ലാം ഞാൻ പറയുമ്പോൾ പാപകരമായ സാഹചര്യങ്ങൾ അങ്ങനെ വളർന്നോട്ടെ എന്നൊരു ലൈസൻസ് കൊടുക്കുന്നതായിട്ട് നമ്മൾ ചിന്തിക്കരുത്. ഇതാണ് ദൈവരാജ്യത്തിൻ്റെ, ദൈവത്തിൻ്റെ കരുണയുടെ, ദൈവത്തിൻ്റെ ശക്തിയുടെ ബലം. എന്തിനാണ് ദൈവം അത് വളർന്നോട്ടെ എന്ന് പറയുന്നത്? അതിന് നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ എത്ര വിശുദ്ധിയിലുള്ളവരായാലും ഇങ്ങനെ ചില ബലഹീനതകളും ദുസ്വഭാവങ്ങളും നമ്മളിൽ വളരുന്നുണ്ട്. പൗലോസ്ലീഹ തന്നെ ഇത്രയും വിശുദ്ധിയെക്കുറിച്ച് പറയുന്ന പൗലോസ്ലീഹയ്ക്ക് ഉണ്ടായ അനുഭവം എന്താണ്? വെളിപാടുകളുടെ ആധിക്യം മൂലം അഹങ്കരിക്കാതിരിക്കാൻ കർത്താവ് തൻ്റെ ശരീരത്തിലൊരു പിശാചിൻ്റെ മുള്ള് തന്നേക്കണം. അതെടുത്ത് കളയട്ടെ എന്ന് പല പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് കർത്താവ് പറഞ്ഞു, അതവിടെ ഇരിക്കട്ടെ, നിനക്ക് എൻ്റെ കൃപ മതി. നമ്മുടെ ബലഹീനതയെയോ നമ്മൾക്കും നമുക്ക് ചുറ്റുമുള്ള അശുദ്ധിയെയോ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, കർത്താവ് ഈശോ മിശിഹായുടെ നീതി അതിനെല്ലാം നിർവീര്യമാക്കിയിട്ടുണ്ട്. എങ്കിലും ചിലതെല്ലാം ദൈവം അനുവദിക്കുന്നുമുണ്ട്. അത് വളർന്നോട്ടെ എന്നവരുടെ. അതുകൊണ്ട് അത് വിവേചിക്കണം. എന്താണ് ദൈവം അനുവദിക്കുന്നത്, എന്താണ് ദൈവം അനുവദിക്കാത്തത്? ഞാൻ ആ സിസ്റ്ററിനോട് പറഞ്ഞു, ഒരു പക്ഷേ അപ്പച്ചൻ്റെ കള്ളുകൂടി ഒരിക്കലും മാറില്ല എന്ന് വിചാരിച്ചോ? ഈ അപ്പച്ചൻ എവിടെ പോകുമെന്നാണ് വിചാരിക്കണേ? നരകത്തിൽ പോവോ സ്വർഗത്തിൽ പോവോ? എന്താ നമ്മുടെ വിശ്വാസം? സ്വർഗത്തിൽ പോവും. എന്തുകൊണ്ട് സ്വർഗത്തിൽ പോവും? എന്താ? മാമോദീസായിലൂടെ ജീവൻ്റെ അടയാളത്താൽ മുദ്ര കുത്തപ്പെടുകയും പിന്നെ പല പ്രാവശ്യം കുമ്പസാരിച്ച് കുർബാനയൊക്കെ സ്വീകരിക്കുന്ന ആളായിരിക്കും. നമ്മൾ വിശ്വസിക്കണം, നമ്മുടെ പ്രാർത്ഥനയിലൂടെയും കർത്താവ് ആ വ്യക്തിയോട് കരുണ കാണിക്കും. ഒരുപക്ഷെ ഈ കള്ളും കുടിച്ച് നിൽക്കുന്ന അപ്പച്ചനും കള്ളു കുടിക്കാതെ നിൽക്കുന്ന സിസ്റ്ററും
ഇവരെ കാണാൻ കർത്താവ് ഈശോ മിശിഹ വന്നാൽ ആദ്യം ആരെയായിരിക്കും പോയി കെട്ടിപ്പിടിക്കുക? ഈ വിശുദ്ധിയിൽ ജീവിക്കുന്ന സിസ്റ്ററിനെയാണോ അശുദ്ധിയിൽ ജീവിക്കുന്ന അപ്പച്ചനെയാണോ? ഇതാണ് ദൈവനീതി. അപ്പം പിന്നെ എന്തിനാ കുമ്പസാരിക്കണമെന്നായിരിക്കും ഇപ്പോൾ ചോദിക്കണേ. നമ്മൾ വിശ്വസിക്കണം, ദൈവം നമ്മളുടെ എല്ലാവരുടെയും പാപങ്ങൾക്ക് പരിഹാരം ചെയ്തിരിക്കുന്നത് കൊണ്ട് നമ്മുടെ സകല ബലഹീനതകളും ഈശോ എടുത്ത് മാറ്റിയിരിക്കുന്നു. ആ ബോധ്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ കുമ്പസാരിക്കണം. ഒരു ഗ്ലാസ് ആ ഗ്ലാസും ആ മഗ്ഗും കൊണ്ടാണ്. കുമ്പസാരം എന്ന കൂദാശ, എല്ലാ കൂദാശകളും എന്താ കൂദാശകൾ എന്ന് പറഞ്ഞാൽ? കൂദാശകൾ എന്ന് പറഞ്ഞാൽ അദൃശ്യമായ ദൈവകൃപയുടെ ദൃശ്യമായ അടയാളമാണ് കൂദാശ. അദൃശ്യമായ ദൈവകൃപയുടെ ദൃശ്യമായ അടയാളം. ഞാൻ അടുത്ത് വായു. ഇത് ഒരു കന്യാസ്ത്രീയാണ്. മനസ്സിക്ക് ചിരി വരാം. ഈ കന്യാസ്ത്രീ അമ്മ കുമ്പസാരിക്കാൻ പോവുക. ഇത് കണ്ടോ, ഇതിൽ പകുതി കൃപയുള്ളൂ. അപ്പോൾ ബാക്കി എന്താ? ബാക്കി പാപമാണ്. കുമ്പസാരം ആരംഭിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? എന്താണ് കുമ്പസാരം? എന്താ കൂദാശ എന്ന് പറയുന്നത്? അദൃശ്യമായ ദൈവകൃപയുടെ ദൃശ്യമായ അടയാളം. എൻ്റെ കയ്യിൽ തന്നു. ഇതാണ് കുമ്പസാരം ആരംഭിക്കാൻ പോവുകയാണ്. ഈ കവറെടുത്തോ? ഈ കവറെടുത്ത് മാറ്റി. യെസ്, ഇത് ദൈവകൃപയുടെ ഇൻഎക്സോസ്റ്റബിൾ ഫോണ്ട്. വലിയ ടാങ്ക് മാതിരിയാണ് ദൈവകൃപ, ഒരിക്കലും നിലയ്ക്കാത്ത ദൈവകൃപ. കുമ്പസാരം ആരംഭിക്കാൻ പോവുകയാണ്. കുമ്പസാരം ആരംഭിക്കുമ്പോൾ എന്ത് സംഭവിക്കും? കൃപ ഒഴുകും. അദൃശ്യമായ ദൈവകൃപയുടെ ദൃശ്യമായ അടയാളമാണ്. കുമ്പസാരിക്കാൻ അവിടെ ഒന്ന് മുട്ടുകുത്തുമ്പോഴേക്കും നമ്മുടെ ഹൃദയം മുഴുവൻ അറിയുന്ന കർത്താവ്, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് കഴിഞ്ഞ കർത്താവിൻ്റെ കൃപ നമ്മിലേക്ക് ഇങ്ങനെ ഒഴുകാൻ തുടങ്ങുകയാണ്. ആ കൃപ ഒഴുകാൻ തുടങ്ങുമ്പോഴേക്കും നമ്മൾ നമ്മുടെ പാപം ഏറ്റുപറയും. പക്ഷേ പാപം ഏറ്റുപറയുമ്പോഴേക്കും കൃപ ഇതാ ഒഴുകി കൃപ ഒഴുകി, ഇതാ കൃപ ഒഴുകുന്നു. കുമ്പസാരം തുടരുന്നു, കൃപ ഒഴുകുന്നു. കൃപ നിറഞ്ഞവളായിട്ട് മാറുന്നു. കുമ്പസാരം കഴിച്ചു. എന്ത് സംഭവിച്ചു? ഇപ്പോൾ കൃപ നിറഞ്ഞു. കൃപ നിറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? പാപം പൂർണ്ണമായിട്ട് പോയി. ഇനി മര്യാദയ്ക്ക് നടന്നില്ലെങ്കിൽ ഈ കൃപ കുറേശ്ശെ ചോർന്ന് പോകും. കൃപ കുറേശ്ശെ ചോർന്ന് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ കൃപ ചോർന്ന് പോവുകയാണെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും നമ്മൾ കുമ്പസാരിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ കൃപയുടെ ജീവിതമാണെങ്കിൽ ആ കൃപ നമ്മളിൽ നിറയുന്നതിന് വേണ്ടതാണ് കൂദാശകളെല്ലാം. അപ്പോൾ ഈ ബോധ്യത്തോടെയാണ് നമ്മൾ കുമ്പസാരിക്കാൻ പോകേണ്ടത്. നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പാണെങ്കിലും ദൈവം അതെല്ലാം തൂവെള്ള പോലെ നിർമ്മലമാക്കും. ഇപ്പോൾ ഇന്ന് ഈ ഓണം വെക്കേഷൻ സമയമായതുകൊണ്ട് അധികം അച്ഛന്മാരില്ല. അപ്പോൾ ഞാനൊരു സജഷൻ പറയട്ടെ. എൻ്റെ ഒരു സജഷൻ, ഒരു മിനിറ്റ്, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ കുമ്പസാരത്തിലൂടെ അങ്ങയുടെ കരുണ, അങ്ങയുടെ നീതിയിൽ ഞങ്ങൾ ആശ്രയിച്ച് ഞങ്ങളുടെ ഫരിസേയ മനോഭാവത്തെ
നമ്മളുടെ ഫരിസേയ മനോഭാവത്തെ ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കാനും ഞങ്ങളുടെ വിശ്വാസക്കുറവിനെ ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കാനും ഞങ്ങൾക്ക് കൃപ നൽകണേ. പ്രധാനമായിട്ടുള്ള പാപം ഇപ്പോൾ ഈശോ പറഞ്ഞത് ഇതാണ്: മറ്റുള്ളവരെ വിധിക്കരുത്. മറ്റുള്ളവരെ വിമർശിക്കുക, വിധിക്കുക, കുറ്റം പറയുക, അവരെ പഴിക്കുക, അവരുടെ പാപം അന്വേഷിച്ച് നടക്കുക, ഇതെല്ലാമാണ് പ്രധാന ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ എതിര് നിൽക്കുന്നത്. വിശ്വാസത്തിൻ്റെ കഴമ്പില്ലാത്ത അവസ്ഥ. ഈശോ പറഞ്ഞു, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങളെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും അവൻ ബോധ്യപ്പെടുത്തും. എന്നിൽ വിശ്വസിക്കാത്തത് കൊണ്ട് പാപത്തെക്കുറിച്ച്. വിശ്വസിക്കാത്തത് കൊണ്ട് എന്താണ് അവരോട് പറയുന്നത്? അവർ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണെങ്കിലും അവർ കൽപ്പനകളിൽ പാലിച്ച രക്ഷിക്കപ്പെടുമെന്ന് വിശ്വസിച്ചു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ല. നമ്മളൊന്ന് ആത്മശോധന ചെയ്യൂ. നമ്മൾ മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും യേശുവിനെ സ്വീകരിച്ചിട്ടും ഇപ്പോഴും നമ്മൾ യേശുവിൻ്റെ കൃപയും യേശുവിൻ്റെ പാപമോചനവും യേശുവിൻ്റെ ദൈവനീതിയിലും വിശ്വസിക്കാതെ 10 കൽപ്പനകളിൽ പാലിക്കുകയാണെങ്കിൽ രക്ഷിക്കപ്പെടുമെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ അതാണ് നമ്മുടെ വിശ്വാസക്കുറവ്. നമ്മൾ യേശുവിൽ വിശ്വസിക്കുമ്പോൾ വരുന്ന കൃപാവരത്തിലൂടെ നിറയുമ്പോൾ നമ്മൾ കൽപ്പനകൾ താനെ പാലിക്കും. ആമേൻ.